4.17 സെൻറ്റ് സ്ഥലത്ത് 2030 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച നല്ലൊരു വീട്. 4 ബെഡ്റൂമാണ് ഈ വീടിന് വരുന്നത്. വീട് വരുന്ന ലൊക്കേഷൻ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കുഴുവേലിപ്പടി എന്ന സ്ഥലത്താണ്. ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം. മെയിൻ ബസ് റൂട്ടിലേക്ക് വരുന്ന ദൂരം വെറും 200 മീറ്റർ മാത്രമാണ്. എൻ്റെ പുറകിൽ കാണുന്ന ഈ മനോഹരമായിട്ടുള്ള വീടിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയപറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഈ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വരുന്നത് ഈ കാണുന്ന റോഡാണ്. 5 മീറ്റർ വിടുത്തുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് വരുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. കൂടാതെ ഒരു മോഡേൺ ഡിസൈനിലാണ് വീടിൻ്റെ നിർമ്മാണം. വീടിന് നോക്കിയാൽ അറിയാം, ജനലുകളെല്ലാം UPVC വിൻഡോസാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് ഒരു ബോക്സി ടൈപ്പ് ഡിസൈനുള്ള വീടാണ്. ഈ ഭാഗത്തേക്ക് നോക്കിയാൽ അറിയാം, ടെക്സ്ചർ വർക്ക് ഒരു ഭിത്തിയിൽ മുഴുവനായിട്ട് മുകളിലേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്ക് കാണാം. അത് ബാൽക്കണിയാണ്. അവിടെയും ഒരു ബാൽക്കണി വരുന്നുണ്ട്. അവിടെ വരുന്നത് ഗ്ലാസ് വിൻഡോസാണ്, ഗ്ലാസിൻ്റെ പാരപ്പറ്റുകളാണ് വരുന്നത്. അപ്പുറത്തും ആ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്ക് കാണാം. മൊത്തത്തിൽ ഒരു മോഡേൺ ഡിസൈനിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള വീട്. വീടിൻ്റെ എലവേഷനോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിലാണ് വീടിൻ്റെ മതിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ നോക്കിയാൽ അറിയാം, ഈ ഭാഗത്തെല്ലാം ടൈലാണ് നൽകിയിരിക്കുന്നത്. ആ സ്ക്വയർ ടൈപ്പ് ഡിസൈൻ വർക്ക് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗേറ്റ് വരുമ്പോൾ ഇതാണ്, ഒരു വശത്തേക്ക് തുറക്കാവുന്ന രീതിയിൽ GI ഷീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഗേറ്റും ഒരു ഭാഗത്തേക്ക് ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു സ്ലൈഡിങ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ നമുക്ക് കാർ പോർച്ചാണ്. 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പില്ലറൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ കാർ പോർച്ച് എക്സ്ട്രാ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ 2 വാഹനം നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം ഒരു 2 വീലറുകളൊക്കെ പാർക്ക് ചെയ്യാവുന്ന സ്പേസ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ദർശനം കിഴക്കോട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കിഴക്ക് വടക്കേ മൂലയിലാണ് ഈ കിണർ വന്നിരിക്കുന്നത്. അപ്പോൾ വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് അകത്തേക്ക് വരുമ്പോൾ അതിന് തന്നെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ട് വരുന്നത് അത്യാവശ്യം ഒരു വലിപ്പമുള്ള സിറ്റ് ഔട്ട്. ഇവിടെ ബോർഡറുകൾ വരുന്നത് ഗ്രാനൈറ്റാണ്, അല്ല പോത്ര ഡിസൈനിൽ തന്നെ ഗ്രാനൈറ്റാണ്. സെൻറ്റർ ഭാഗത്ത് ഒരു വൈറ്റ് കളർ തന്നെ ടൈലും നൽകിയിട്ടുണ്ട്. ഞാൻ ജനലുകളെല്ലാം UPVC ആണെന്ന് പറഞ്ഞിരുന്നു. ഇതെല്ലാം UPVC വിൻഡോസാണ്. ഇവിടെ എല്ലാം കാണാം UPVC വിൻഡോസ്. അതുപോലെ തന്നെ മെയിൻ ഡോർ തേക്കുഡിലാണ് വരുന്നത്. 2 പാളികളായിട്ടുള്ള മെയിൻ ഡോറാണ്. ഒരു ചെറിയ വശവും ഒരു വലിയ വാളിയുമാണ് നൽകിയിരിക്കുന്നത്. ഹാൻഡിൽ നൽകിയിരിക്കുന്ന വുഡിലാണ്. ഈ കട്ടിലകളെല്ലാം തേക്കുഡിൽ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈ മെയിൻ ഡോർ തുറന്ന അകത്തേക്ക് വരുമ്പോൾ ലിവിങ് സ്പേസാണ്. ഇതാണ് ലിവിങ് ഏരിയ. മെയിൻ ഡോർ തുറന്ന അകത്തേക്ക് വന്നത് ഈ ലിവിങ് ഏരിയയിലേക്കാണ്. ലിവിങ് ഏരിയ അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ്. ഇവിടെ ആയിട്ടാണ് TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ ലൂവർ ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് താഴെ വരുന്നു. ഇവിടെ നമുക്കൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ക്യൂരിയോ സ്പേസാണ് ഇവിടെ വരുന്നത്. ഈ ജനലുകളെല്ലാം UPVC ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എല്ലായിടത്തും UPVC ആണ്. അവിടെ ഇനി എല്ലായിടത്തും അത് പറയണമെന്നില്ല. മുകൾ ഭാഗത്തായിട്ട് ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ലിവിങ് സ്പേസിൻ്റെ ഈ പാർട്ടീഷൻ വാളാണ് ഡൈനിങ്ങുമായി തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു പർഗോള ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ആർക്കി ഡ്രൈവാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വലിയ ഒരു സ്പേസാണ് ഈ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് വലിയ ഡൈനിങ് ടേബിൾ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് സ്പേസ് ഇവിടെ വരുന്നുണ്ട്. വെറും ഫ്ലാറ്റായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് മാത്രമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അവിടെ എല്ലാം ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു കോർട്ട്യാർഡ് സ്പേസ് അവൈലബിൾ ആണ്. ഇത് തുറക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ താക്കോൽ ഇപ്പോൾ ഇത് കാണാനില്ല. അതുകൊണ്ട് അതിൻ്റെ പുറത്ത് അത്യാവശ്യം സ്പേസ് നമുക്ക് ലഭ്യമാണ്. ഇവിടെ ഒരു കോർട്ട്യാർഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടെയാണ് വാഷ് കൗണ്ടർ വരുന്നത്. സിമ്പിളായിട്ടുള്ളൊരു വാഷ് കൗണ്ടർ. ഇവിടെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. അതിന് ബോർഡറായിട്ട് മൾട്ടിവുഡ് കൊടുത്തിട്ടുണ്ട്. ഇത് സെറൈഡേതാണ് ഈ വാഷ് ബേസിൻ. ഒരു പില്ലർ ടാപ്പും കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റാണ്. വാനിറ്റി കൗണ്ടറും നൽകിയിരിക്കുന്നു. ഈ ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ പോകുന്നത്. വുഡും GI സ്ക്വയർ ട്യൂബും ഉപയോഗിച്ചിട്ടാണ് ഈ സ്റ്റെയർ വരുന്നത്. നല്ല ഭംഗിയിലാണ് സ്റ്റെയർ വരുന്നത്. ഇവിടെ നമുക്ക് റൗണ്ട് ഷേപ്പ് വേണം. മുകളിലേക്ക് സ്ട്രൈറ്റ് ആയിട്ടുമാണ് അത് പോകുന്നത്. 3 ഫേസ് കണക്ഷനാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. എൻ്റെ DB ബോക്സ് ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ കിച്ചണാണ്. കിച്ചൺ ക്ലോസ്ഡ് കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ഡോർ ഇതാണ്. ഗ്ലാസും വുഡും ഉപയോഗിച്ചിട്ടുള്ള ഡോറാണ് നൽകിയിരിക്കുന്നത്. കിച്ചണിലേക്ക് വരുമ്പോൾ കിച്ചണും വർക്ക് ഏരിയയും ഒരുമിച്ചാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. അത് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ വാൾ ടൈലായിട്ട് വരുന്നത് മൊറോക്കൺ ഡിസൈനിൽ വരുന്ന ടൈലുകളാണ്. ഇവിടെ എല്ലാം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും കബോർഡ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് സിങ്ക് വരുന്നത്. മാറ്റ് ഫിനിഷുള്ള
സിങ്കാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിന് ചേർന്ന് തന്നെ നമുക്ക് ഡൈനിങ് ഏരിയ വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നതായി കാണാം. ഇവിടെയും ഒരു സിങ്ക് മാറ്റ് ഫിനിഷുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് കബോർഡുകളും താഴെയും മുകളിലുമായിട്ട് നൽകിയിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ചെറിയ വർക്ക് ഏരിയ സ്പേസ് ഇവിടെ ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ കോർട്ട്യാർഡ് സ്പേസ് നേരത്തെ അകത്ത് നിന്ന് കണ്ട ആ സ്പേസുമാണ് നൽകിയിരിക്കുന്നത്. താഴത്തെ നിലയിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു ബെഡ്റൂം വരുന്നത് ഈ വാഷ് കൗണ്ടറിനോട് ചേർന്നിട്ടാണ് എൻ്റെ ബെഡ്റൂം വരുന്നത്. എൻ്റെ കട്ടിലകളെല്ലാം മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഡോറ്. അത് റെഡിമെയ്ഡായിട്ടുള്ള ഡോറാണ് നൽകിയിരിക്കുന്നത്. അകത്തേക്ക് വരുമ്പോൾ സെയിം ടൈപ്പ് ടൈല് തന്നെയാണ് നൽകിയിരിക്കുന്നത്. വലിയ ടൈല് വരുന്നുണ്ട്. 2 വശത്തും ജനലുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ അഴികൾക്കെല്ലാം പ്രത്യേകതകളുണ്ട്. UPVC വിൻഡോ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അഴികളെല്ലാം വേറൊരു ഡിസൈൻ വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഒരു ജനൽ വരുന്നുണ്ട്. ഇവിടെ 3 പാളി ജനലുമാണ് വരുന്നത്. ഇവിടെയാണ് വാർഡ്രോബ് വരുന്നത്. വലിയ വാർഡ്രോബാണ്. ഇവിടെ 3 പാളികളായിട്ടുള്ള വാർഡ്രോബ്, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. അതിന് ചേർന്ന് തന്നെയാണ് ഒരു ഡ്രസ്സിങ് ടേബിൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു മിറർ കൊടുത്തിരിക്കുന്നു. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് പ്ലെയിനാണ് നൽകിയിരിക്കുന്നത്. അവിടെ LED ലൈറ്റുകളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷ്റൂം വരുന്നത് ഇവിടെയാണ്. അതിൻ്റെ ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. FRP ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കയറി വരുമ്പോൾ ഈ ബാത്റൂമിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് വെറ്റും ഡ്രൈയുമായിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട്. നമുക്കൊരു ഗ്ലാസ് പാർട്ടീഷൻ വേണമെങ്കിൽ ഇവിടെ ചെയ്യാം. മാറ്റ് ഫിനിഷുള്ള വാൾ ടൈലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതിൻ്റെ വെറ്റ് ഏരിയയിലാണ്. ഷവർ മുകളിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ക്ലോസറ്റ് വരുന്നത്. സെറയുടെ വാഷ് ബേസിൻ നൽകിയിട്ടുള്ളത്. ഇവിടെയാണ് 2ാമത്തെ ബെഡ്റൂം വരുന്നത്. നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെ അത്ര വലിപ്പം തന്നെയാണ് ഈ ബെഡ്റൂമിനും ഏകദേശം വരുന്നത്. ജനലുകളുടെ ഡിസൈൻ എല്ലാം ഇവിടെ 3 പാളിയായിരുന്നു മറ്റേ ബെഡ്റൂമിൽ. ഓരോ പാളികളിലുള്ള 4 ജനലുകളാണ് ഈ ബെഡ്റൂമിൽ നൽകിയിരിക്കുന്നത്. ഇതാണ് വാർഡ്റൂം. അവിടെ 3 പാളിയായിരുന്നെങ്കിൽ ഇവിടെ 2 പാളിയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡ്രസ്സിംഗ് ടേബിൾ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ കോവ് ലൈറ്റിംഗ് ആണ് ഫോൾ സീലിംഗിൽ ചെയ്തിരിക്കുന്നത്. ഇതാണ് ബാത്റൂം. സെയിം ഡിസൈനിൽ വരുന്ന ബാത്റൂം തന്നെയാണ്. വെറ്റും ഡ്രൈയും വർക്ക് ഇവിടെയും തിരിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് നമുക്ക് ഷവറിൻ്റെ ഏരിയ ആണ്. ഇവിടെ ക്ലോസറ്റ് നേരത്തെ കണ്ട പോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ബാത്റൂം. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. ഇവിടെ സ്റ്റെപ്പിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ GI സ്ക്വയർ ട്യൂബും വുഡും ഉപയോഗിച്ചിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു റൗണ്ട് ഷേപ്പ് വരുന്നുണ്ട് ഈ സ്റ്റെപ്പിന്. അങ്ങോട്ട് കയറുമ്പോൾ സ്ട്രൈറ്റ് ആണ് ഇവിടെ വരുന്നത്. മുകളിലേക്ക് വരുമ്പോൾ കയറി വരുമ്പോൾ ആദ്യം തന്നെ അപ്പർ ലിവിങ് സ്പേസാണ്. ഇതാണ് അപ്പർ ലിവിങ് ഏരിയ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഏരിയയാണ് ഈ അപ്പർ ലിവിങ് സ്പേസ്. ഒരു എൽ ഷേപ്പിലാണ് ഇവിടെ വരുന്നത്. ഇവിടെ ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെ ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. ഒരു ബേ വിൻഡോ കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. ഇവിടെയൊക്കെ നമുക്ക് കബോർഡുകൾ താഴെ മുകളിലുമായിട്ട് നൽകിയിരിക്കുന്നത് കാണാം. ഇവിടെ ഒരു 3 പാളി ജനൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കും ഇവിടെ ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. താഴത്തെ ബെഡ്റൂമിൻ്റെ സെയിം സ്പേസ് തന്നെയാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ഒരേ ഡിസൈൻ പാറ്റേൺ തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ ഭാഗത്ത് വാർഡ്രോബും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. ബാത്റൂമിന് ടൈലുകൾക്ക് മാത്രമാണ് അല്പം ചെറിയ വ്യത്യാസം വന്നിരിക്കുന്നത്. ബാക്കി ബാത്റൂമിൻ്റെ അളവുകളും കാര്യങ്ങളും ഫിറ്റിങ്സും എല്ലാം സെയിം തന്നെയാണ്. ഇനി നമ്മൾ പോകുന്നത് 4ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇവിടെയാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്. 4ാമത്തെ ബെഡ്റൂമിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ ഒരു ഡോറ് നമുക്കൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ആ ബാൽക്കണി. വലിയ ഗ്ലാസ് വിൻഡോയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് തുറന്നാൽ നമുക്ക് പുറത്തേക്ക്, ഇത് ലോക്കാണ്, ഇപ്പോൾ ഇത് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. അവിടെ ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ 3 പാളികളുള്ള വലിയ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ ഈ ഭാഗത്തേക്ക് എൽ ഷേപ്പിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു ഗ്ലാസും വരുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് പോലെ ഒരു ഏരിയ, ഒരു ബാൽക്കണി എന്നൊക്കെ പറയാവുന്ന ഒരു ഏരിയ ഇവിടെയും നൽകിയിട്ടുണ്ട്. അപ്പോൾ 2 ബാൽക്കണികൾ ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ അത് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ എലവേഷനിൽ കണ്ട ആ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ പാറ്റേണാണ് ഇവിടെ വരുന്നത്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് വാഷ്റൂം സൗകര്യം ലഭ്യമായിട്ടുണ്ട്. ഇതാണ് വാഷ്റൂം വരുന്നത്. നേരത്തെ കണ്ട വാഷ്റൂമുകൾ പോലെ തന്നെ അതേ സ്പേസ് വരുന്ന ഒരു വാഷ്റൂം തന്നെയാണ് ഇത്. ഇനി യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് നമ്മൾ പോകുന്നത്. യൂട്ടിലിറ്റി സ്പേസ് വരുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ഈ ഡോർ തുറന്നാൽ യൂട്ടിലിറ്റി ഏരിയ ആണ്.
ഇത് പക്ഷേ കവർ ചെയ്തിട്ടില്ല, നമുക്കിത് ഷീറ്റ് വർക്ക് ചെയ്ത് കവർ ചെയ്തെടുക്കാവുന്നതാണ്. താഴെ നൽകിയിരിക്കുന്നത് ടൈലുകളാണ്, ഒരു വുഡൻ ഫിനിഷ് വരുന്ന ടൈല് നൽകിയിട്ടുണ്ട്. മുകളിലേക്ക് പോകാനായിട്ടുള്ള ഗോവണി ഇവിടെ നിന്ന് നൽകിയിട്ടുണ്ട്, അത് സ്ക്വയർ ട്യൂബ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെയാണ് ഇവിടെ ലഭ്യമാകുന്നത്. ബാൽക്കണി കൂടിയാണ് നമുക്ക് കാണാനുള്ളത്. ബാൽക്കണി ഇവിടെയാണ് വരുന്നത്. ഈ കാണുന്ന സ്പേസാണ് ബാൽക്കണി. ഒരു ഓപ്പൺ സ്പേസ് എന്ന് പറയാൻ പറ്റില്ല, സെമി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസാണ് ഈ ബാൽക്കണി. ഇവിടെ വെർട്ടിക്കലായിട്ടുള്ള സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ ഒരു മോഡേൺ എലിവേഷൻ നിർമ്മിച്ച ഒരു വീടാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഈ വീടിൻ്റെ ലൊക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, കുഴുവേലിപ്പടിയിലാണ്. ബസ് റൂട്ടിൽ നിന്ന് 200 മീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം വരുന്നത്. നല്ലൊരു വില്ല പ്രൊജക്റ്റിലുള്ള ഒരു വീടാണിത്. റോഡുകളെല്ലാം ഏകദേശം ഒരു 5-5.5 മീറ്റർ വലിപ്പമുള്ള റോഡാണ്. അതുപോലെ തന്നെ ടാർ റോഡാണ് ഇവിടെ വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. കാക്കനാട് കളക്ടറേറ്റിലേക്ക് ഏകദേശം ഒരു 5-5.5 കിലോമീറ്റർ ദൂരം വരും. കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 4 കിലോമീറ്റർ ആയിരിക്കും ഏറ്റവും കുറഞ്ഞ ദൂരം വരുന്നത്. ബാക്കി എല്ലാ സൗകര്യങ്ങളും വീടിൻ്റെ അടുത്തായിട്ടുണ്ട്. മാർക്കറ്റുകളുണ്ട്, ആരാധനാലയങ്ങളുണ്ട്, എല്ലാ സൗകര്യങ്ങളും അടുത്ത് തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ വില 93 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്, പക്ഷേ നെഗോഷ്യബിൾ ആണ്. വീട് കാണാനും വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്താം, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും பார்க்கலாம்.